നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ പോകുന്നില്ലേ? എങ്ങോട്ട്? കോടതി പോകാൻ നേരമാവുന്നല്ലേ ഉള്ളൂ. അയ്യോ, കോടതി പോകുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. പിന്നെ എടാ, സുധിയുടെ വീട്ടിൽ നടക്കുന്ന ചടങ്ങിന് നീ പോകുന്നില്ലേന്ന്. എന്ത് ചടങ്ങ്? ഒന്നും അറിയാത്തത് പോലെ. എടാ, സുധിയുടെ പെങ്ങള് നിത്യയുടെ കല്യാണമാ. അതിനി 3-4 ദിവസമല്ലേ വരൂ. നീ പോകുന്നില്ലേന്ന്. ഓ, ഞാനെങ്ങും പോകുന്നില്ല. അതെന്താ നീ പോകാത്തത്? നീ അവിടെ ചെന്ന് നിൽക്കേണ്ട ആളല്ലേ പ്രധാനിയായിട്ട്? അത് ഏത് വകുപ്പിലാ ഞാൻ അവിടെ ചെന്ന് നിൽക്കേണ്ട പ്രധാനിയാവുന്നത്? എടാ, നിത്യയുടെ സഹോദരന്റെ ഹൃദയമല്ലേ നിന്റെ ഉള്ളിലിരിക്കുന്നത്. നിനക്ക് ജീവിതം തന്നതേ അവളുടെ ആങ്ങളെയാ. അല്ലാതെ നീ കരുതുന്നത് പോലെ സങ്കല്പിക്കുന്നത് പോലെ സുധിയുടെ ഭാര്യ ദേവികയല്ല. അപ്പൊ അവിടെ സുധിയുടെ സ്ഥാനത്ത് നിന്ന് ദക്ഷിണ വാങ്ങുകയും ആ കുട്ടിയെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യേണ്ടതേ നിന്റെ കടമയാണ്. അത് ശരിയാ സിത്തു, നീ പോണം. സുധിയുടെ ചിത്രത്തിന് മുന്നിൽ ആ കുട്ടി ദക്ഷിണ വയ്ക്കുന്ന അത്ര തന്നെ പ്രാധാന്യമുണ്ട് സുധിയുടെ ഹൃദയം ഉള്ളിലുള്ള നിന്റെ കാലിൽ തൊട്ട് തൊഴുന്നതും ദക്ഷിണ വയ്ക്കുന്നതും. ആ ശരത്തിന് അതൊന്നും ഇഷ്ടമാവത്തില്ല ചാ. ശരത്തിനെയൊക്കെ എന്തിനാ സിദ്ധുവേട്ടൻ നോക്കുന്നത്? നിത്യയുടെ അച്ഛനും അമ്മയ്ക്കും സിദ്ധുവേട്ടൻ ചെല്ലുന്നത് വലിയൊരു ആശ്വാസമായിരിക്കും. സുധിയേട്ടന്റെ ഒരു പ്രസൻസ് അവർക്ക് അവിടെ ഫീൽ ചെയ്യുകയും ചെയ്യും. നിത്യയ്ക്കും അത് സന്തോഷാവും. വേറെ ചിലർക്കും പരമ സന്തോഷമായിരിക്കും ഇവൻ ചെല്ലുന്നത്. ആ പിന്നെ ചന്ദ്രമോളും കൂടെ വേണേലേ സിദ്ധുവിന്റെ ഒപ്പം പൊയ്ക്കോ. ഞാൻ പോണോ? പിന്നെ വേണം. നല്ലൊരു ചടങ്ങ് നടക്കാൻ പോവല്ലേ, നിങ്ങൾ ഒരുമിച്ച് പോയാ മതി. ആ ശരത്തിന് എന്നോടും ദേഷ്യമുണ്ട്. ഷോ, അത് കൊള്ളാം. ശരത്തിനെ നോക്കണ്ടെന്ന് ഇപ്പൊ ചന്ദ്രമോള് തന്നെയല്ലേ പറഞ്ഞത്. സിദ്ധുവിന്റെ ഒപ്പം പോകുന്നതില് എനിക്ക് മടിയൊന്നുമില്ല. അപ്പൊ പിന്നെന്താ പ്രശ്നം? 2 പേരും കൂടെ ഒന്ന് പോയിട്ട് വരണം. എന്തായാലും കല്യാണത്തിന് ഞാൻ പോകുന്നില്ല. എന്നാൽ അതിനു മുമ്പായിട്ട് നീ ഒന്ന് പോകണം.